എല്ലാവർക്കും നമസ്കാരം. മാസാണിയമ്മൻ കോവിൽ പൊള്ളാച്ചി ആനമലൈ അടുത്തായിട്ട് മാസാണിയമ്മൻ കോവിലുണ്ട്. ഞാൻ പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാസാണിയമ്മൻ കോവിൽ ഭയങ്കര പവർഫുള്ളാണ്. ചുടലഭദ്രകാളി എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു ദേവതയാണ് അവിടെ ഇരിക്കുന്നത്, കെടുക്കുന്ന ദേവതയാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ, അതായത് അത്ഭുതകരമായ ഒരു ഹീലിംഗ് ദേവിയുടെ സഹായത്തോടെ നമ്മൾ ചെയ്തു കൊടുത്ത ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക, കാരണം ഇത് സമാനമായ അനുഭവങ്ങൾ നിങ്ങളുടെ ചുറ്റും ഉണ്ടാവും. അപ്പോൾ അവിടെയാണ് അതിന് സൊല്യൂഷൻ കിട്ടിയത്. അപ്പോൾ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഫാമിലിയാണ്. അപ്പോൾ ആ ഫാമിലിയിൽപ്പെട്ട ഒരാളാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയണത്. അതായത് അവരുടെ മകൾ ഒരു കുരുക്കി ചെന്ന് വീണു എന്ന് പറയുന്നു. അപ്പോൾ ഇവർ കുറേ കാര്യങ്ങളൊക്കെ നോക്കിച്ച് കഴിഞ്ഞപ്പോൾ ഒരു പയ്യനായിട്ട് അടുപ്പത്തിലാണ്. അപ്പോൾ ഈ പയ്യനാണെന്നുണ്ടെങ്കിൽ അത്ര ഒരു നിലവാരമുള്ളൊരു കുടുംബത്തിൽപ്പെട്ട പയ്യനല്ല. എന്ന് വെച്ചാൽ വിദ്യാഭ്യാസമില്ല, അതേപോലെ തന്നെ ഒരു കൾച്ചറായിട്ടുള്ള ഇവർ അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ അത്ര നല്ല നിലവാരത്തിൽ ജീവിക്കുന്ന ഒരു പയ്യനുമല്ല. ഫാമിലി അങ്ങനെയൊക്കെ തന്നെയാണ്. ഇവരാണെന്നുണ്ടെങ്കിൽ ഒരു ഹൈ സ്റ്റാൻഡേർഡിൽ ജീവിക്കുന്ന, അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇതെങ്ങനെ ഈ ഒരു ബന്ധം വന്നു എന്നുള്ളത് പിന്നെ നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ ഈ രണ്ടുപേരെയും നമ്മളിങ്ങനെ ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ കൺഫ്യൂഷൻ വരും, ഇങ്ങനെ ആയി എന്നുള്ളത്. ഒരു മാച്ചിങ്ങിനുള്ള ഒരു സാധ്യതയില്ല. കാരണം അത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും. ചില നമ്മൾ ആളുകളൊക്കെ കല്യാണം കൂടാൻ ചെല്ലുമ്പോൾ കറുത്ത ഒരു ഭംഗിയില്ലാത്ത അല്ലെങ്കിൽ ഒരു ആകർഷണത്തില്ലാത്തൊരു ചെക്കനും അതീവ സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണിനെ ചിലപ്പോൾ കാണാൻ പറ്റും ചില സ്ഥലങ്ങളിൽ. എല്ലാം അങ്ങനെയാണെന്ന് ഞാൻ പറയില്ല കേട്ടോ, കറുപ്പ് കളറിനെ മോശമാക്കി കാണണമല്ലോ കേട്ടോ. പക്ഷേ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ ഈ പറയണത്. വശ്യപ്രയോഗം എന്നുള്ള സംഭവം ഉണ്ടല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വശ്യപ്രയോഗം. ഈ വശ്യപ്രയോഗത്തിൽ കൂടി ഇതേപോലെ പെണ്ണുങ്ങളെ സ്വന്തമാക്കുന്ന പുരുഷന്മാരുണ്ട്. അതേപോലെ തന്നെ തിരിച്ചു വശ്യപ്രയോഗത്തിലൂടെ ആണുങ്ങൾ സ്വന്തമാക്കുന്ന പെണ്ണുങ്ങളുണ്ട്. എന്ന് വെച്ചാൽ അതറിയാവുന്നവർ, എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്താൽ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് അറിയാവുന്ന ആൾക്കാർ ചതിപ്രയോഗങ്ങളിലൂടെ അവരെ പിടികൂടുന്ന ഒരു പരിപാടിയുണ്ട്. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ഇതിനെപ്പറ്റി ഒറ്റ നടത്തി തന്നെ ഞാൻ പറഞ്ഞത് ഇതിൻ്റെതാണ് സംഗതി. ഇതൊരു വശ്യപ്രയോഗം നടത്തിയിട്ടുണ്ട്. ഒരു ആഭിചാര കർമ്മത്തിലൂടെ ഇല്ലാത്ത സ്നേഹം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവർ ആദ്യം അങ്ങോട്ട് പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല. അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഇവർ ആദ്യം കുറേ വഴിപാടൊക്കെ ചെയ്തായിരുന്നു. ഊട്ടറവേൽ കുറേ വഴിപാടൊക്കെ അങ്ങനെ ചെയ്ത് കുറേയൊക്കെ നോക്കിയിട്ട് വിജയിച്ചില്ല. അങ്ങനെ ആണ് ഞാനൊന്ന് ദേവിനോട് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ദേവി പറഞ്ഞു, ഇതിന് ഒരു സൊല്യൂഷൻ എന്നെ കാണിച്ചു തന്നു. മാസാണിയമ്മൻ കോവിലാണ് എന്നെ കാണിച്ചു തന്നത്. ഈ മാസാണിയമ്മൻ കോവിലിൽ പോയിട്ട് ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് എനിക്കിങ്ങനെ വിഷ്വലിങ്ങനെ കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്ന സ്ഥലം, തമിഴ്നാട്ടിൽ സ്ഥലമുണ്ട്, നിങ്ങൾ അവിടെ പോയിട്ട് ഇതിങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർക്ക് ഉടനെ തന്നെ പറഞ്ഞു, അയ്യോ ഞാനും കൂടി ചെല്ലണം, അവരുടെ കൂടെ ചെല്ലണം എന്ന് എന്നോട് നിർബന്ധപൂർവ്വം പറഞ്ഞപ്പോൾ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരി, ഒഴിവുള്ള ദിവസം നോക്കി ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ എന്നെയും കൊണ്ട് പോവുകയാണ്. അവിടെ ചെന്ന് ഇതുപോലെ ഒരു പിടി നാണയത്തിലാണ് ഞാൻ സാധനത്തിന് ആവാഹിച്ചിട്ട് അവിടെ ദേവിക്ക് സമർപ്പിച്ചത്. അപ്പോൾ ആ ദേവിയുടെ പവർ എന്ന് വെച്ചാൽ അത് നമുക്ക് ഈ എന്താണ് കേരളത്തിലെ ക്ഷേത്രങ്ങളൊക്കെയല്ല തമിഴ്നാട്ടിലെ ക്ഷേത്രം. ഇപ്പോൾ വീണ്ടും അങ്ങനെയൊക്കെ എത്തിയത്. അപ്പോൾ ആളുകൾ എന്നെ പലപ്പോഴും വിമർശിക്കുന്ന കാര്യമാണ്, കേരളത്തിലെ ക്ഷേത്രത്തിൽ ഞാൻ കുറ്റം പറയുമെന്ന്. അങ്ങനെ കുറ്റം പറയണല്ലോ കേട്ടോ. ഇവിടുത്തെ തന്ത്ര സംവിധാനത്തിൻ്റെ വിഷയങ്ങളും അവിടുത്തെ വിഷയങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ പവർ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അവിടെ നിന്നുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. കേരളത്തിലെ അമ്പലങ്ങളൊന്നും അത്രയൊന്നും നമുക്ക് പറ്റൂല ചെയ്യാനായിട്ട്. വളരെ വിരളമായിട്ടുള്ള ചില അമ്പലങ്ങളുണ്ട്, കൊടുങ്ങല്ലൂർ അമ്പലം പോലുള്ള ചില ക്ഷേത്രങ്ങൾ മാത്രം ആ പവർ നമുക്ക് ഫീൽ കിട്ടുള്ളൂ. ബാക്കിയുള്ള പ്രതിഷ്ഠാ സംവിധാനങ്ങളുടെ കാര്യത്തിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കതിനെപ്പറ്റി ഒന്നും പറയാനുള്ള പണ്ഡിതനൊന്നുമല്ല, ഞാനൊരു പാമരനായ മനുഷ്യനാണ്. വലിയ കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് പറയാൻ പറ്റില്ല. പക്ഷേ പ്രാക്ടിക്കൽ നോളജ് എനിക്ക് ഉണ്ട്, അത്രയേ ഉള്ളൂ. അങ്ങനെ അതവിടെ അതവിടെ സറണ്ടർ ആയി കൊടുത്തു. ദേവി പറഞ്ഞ്, ധൈര്യമായിട്ട് പോയിക്കോ, നല്ല കാര്യങ്ങൾ സംഭവിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് പോന്നു. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ പാരൻസ് ഈ കുട്ടനോട് ചോദിച്ചു, എന്താണ് ഉദ്ദേശം, പയ്യനായിട്ട് എങ്ങനെയാണ്? ഉടനെ ഈ കുട്ടി പറയണേ, അവനായിട്ട് ഞാൻ ശരിയാവില്ല, അവനെനിക്ക് വേണ്ട, ഇവർ കിണങ്ങിപ്പോയി.
അതായത് കുറച്ച് കാലങ്ങളായിട്ട് ഇത് ഇങ്ങനെ ഇവർ ചോദിച്ചുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക്. ഇവർ ഓരോ അമ്പലത്തിൽ പോയിട്ട് ഒരു വഴിപാട് കൊച്ചിൻ്റെ പേരിൽ ചെയ്യും, വേറെ ഒരു പൂജ ഒരാൾ പറയുമ്പോൾ ആ പൂജ ചെയ്യും, ഇതൊക്കെ ചെയ്ത് നടന്നിരുന്നതാണ്. പക്ഷേ ഈ ചോദ്യത്തിൽ ഉത്തരത്തിൽ ഇവർ കിടുങ്ങി എന്നുള്ളതാണ്. കാരണം അതോടിട്ട് പിന്നെ ആ അധ്യായം അവസാനിക്കുകയാണ്. അതായത് കൃത്രിമമായിട്ട് നമ്മളൊരു സ്നേഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ വശ്യപ്രയോഗങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോഴത്തെ ആളിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇത് കൊല്ലം 2026 ജീവിക്കുന്നത്, പഴയ ജാമ്പോൻ്റെ കാലത്ത് നൂറ്റാട്ടിലല്ല ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കുന്നവരുണ്ട്. പക്ഷേ സ്വന്തം കുടുംബത്തിൽ ഇതേപോലെ അനുഭവം കിട്ടുമ്പോഴാണ് നമ്മൾ കണ്ണുർക്കുള്ളൂ അല്ലേ. അപ്പോൾ വിശ്വസിക്കാത്തത് വിശ്വസിക്കും, എന്ത് വേണമെങ്കിലും ചെയ്യും അല്ലേ. കാരണം നമുക്ക് അഭിമാനം, നമ്മുടെ അഭിമാനമാണ് ഏറ്റവും വലുത്. അങ്ങനെ നമ്മളതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അനുഭവമാണ് ഗുരു എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഇങ്ങനൊരു അനുഭവം ഇത് മാത്രമല്ല, വേറെയും കാര്യങ്ങളിൽ ഞാൻ ഇതുപോലെ ഇടപെട്ടിട്ടുണ്ട്. ഇതുപോലെ കേസുകളിൽ വശ്യപ്രയോഗത്തിൻ്റെ വിഷയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടപെടാറുണ്ട്. അല്ലാണ്ട് സ്നേഹിക്കുന്ന രണ്ടാളുടെ തമ്മിൽ അകറ്റണ പണി നമ്മൾ ചെയ്യാറില്ല. കാരണം അത് നിയമവിരുദ്ധമായ കാര്യങ്ങളാണ്. പക്ഷേ ഇതേപോലെ വശ്യപ്രയോഗത്തിൽ ചെയ്യുന്ന സംഭവമാണെന്നുണ്ടെങ്കിൽ അതാണെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ ചില കാര്യങ്ങൾ നമുക്ക് ദൈവയുടെ അനുഗ്രഹത്തോട്, ദൈവയുടെ സമ്മതത്തോടിട്ട്, ദൈവയുടെ അനുഗ്രഹത്തോട് മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അത് അരുതാത്താണെങ്കിൽ ദൈവം എന്നെ മുറിക്കും ഉണ്ടാക്കിയിട്ട്. അങ്ങനെ പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങനെ അതും നമ്മൾ അതുപോലെ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് അവിടെ നിന്നിട്ടൊക്കെ പ്രാർത്ഥിച്ചിട്ട് ചെയ്യണം. അല്ല, അതിൻ്റെ ഒന്നൊരു ദുരിതം നമ്മളിലേക്ക് വരാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കണില്ല. അതുകൊണ്ടാണ്. എന്തായാലും അത് കൃത്രിമമായിട്ടുണ്ടാക്കിയ സാധനം എഴുതുന്നത് പൊട്ടിച്ചു കളഞ്ഞു. അപ്പോൾ ഇതേപോലെ ഇതിനു മുമ്പ് പണ്ട് ഇതുപോലെ തന്നെ ഒരു വേറൊരു കേസ് ഇതിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വന്നപ്പോൾ ഇതുപോലെ തന്നെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ പുറകിൽ ഇന്നൊരു സംഭവമുണ്ട്, അയാളിങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ കുട്ടിക്ക് വിശ്വാസമായില്ല. ഈ കുട്ടി പറഞ്ഞു അല്ല, അതങ്ങനെയൊന്നുമല്ല, ആത്മാർത്ഥമായ സ്നേഹമാണ്, പ്രണയമാണ്, തേങ്ങാക്കൊല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്ത് സംഭവിച്ച്, ഇത് കല്യാണം കഴിഞ്ഞ് 1 വർഷം ആയപ്പോൾ തന്നെ ഒരു കുട്ടിയുണ്ടായി. ഒരു 6 മാസം പിന്നീട് 6 മാസം കൂടി മുന്നോട്ട് പോയില്ല. അതിന് മുമ്പ് തന്നെ ഈ പെണ്ണിനെ കൊച്ചിനെ ഉപേക്ഷിച്ച് അവൻ്റെ വഴിക്ക് പോയി. എന്ന് വെച്ചാൽ അവന് വേണ്ട പിന്നെ. അപ്പോൾ അവൻ്റെ ആ ഒരു നേരത്തുള്ള ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഒരു കുട്ടിയുടെ കല്യാണം കഴിച്ച് കൊച്ചിനെ ആയി അതിനെ ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഭയങ്കര വഴക്കായിരുന്നു. ലാസ്റ്റ് അത് ഡൈവോഴ്സിലേക്ക് പോയി. അപ്പോൾ തന്നെ 1 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ കൊച്ചായി. അപ്പോൾ ഈ കുട്ടിനോട് മര്യാദക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താണ്, ഇത് വേണ്ട, ഇത് ശരിയാവില്ല, ഇവൻ ചുവടുള്ളവനല്ല, ഇവൻ്റെ സ്വഭാവം നല്ലതല്ല, പിന്നെ ഇത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിക്കണ ഒരു സാധനമാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്താണെങ്കിലും അതിൻ്റെ തലവര മാറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞ പോലെ, തലവര എന്ന് പറയാൻ പറ്റില്ല. ഇത് ഓരോ ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ, മറ്റുള്ളവർ പറയുമ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാനുള്ളൊരു മനസ്സ് കാണിച്ചാൽ മതി, രക്ഷപ്പെടാം. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ആ ഒരു കൊച്ചിനെയും ചുമന്നുകൊണ്ട് അല്ലെങ്കിൽ ജീവിക്കേണ്ട അവസ്ഥ വന്നു അല്ലേ. ഇപ്പോൾ വേറൊരാളെ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ വേറെ ലൈഫ് കിട്ടുമെന്നൊന്നും നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അത് ഇതുപോലെ അബദ്ധം പറ്റിപ്പോയതാണ്. ശരിക്കും പറഞ്ഞാൽ വലിയൊരു മണ്ടത്തരം, ഒരു മണ്ടത്തരത്തിൽ പോയി ചാടുന്നതാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇതേപോലത്തെ വശ്യപ്രയോഗങ്ങൾ, ഇതുപോലെ മാന്ത്രിക കർമ്മങ്ങൾ ചെയ്യുന്ന അതിന് വിക്റ്റിമാകുന്ന ആളുകൾ, ഇരയാകുന്ന ആളുകൾ, അവരുടെ മാനസികാവസ്ഥ ആ സമയത്ത് അങ്ങനെയായിരിക്കും. അതിൽ നിന്ന് പെട്ടെന്ന് അവർക്ക് പുറത്തേക്ക് പോരാൻ പറ്റില്ല. അതാണ് മാന്ത്രികത്തിൻ്റെ പവർ. ഇത് മനസ്സിലാക്കണം. നമ്മളൊരാളെ കുറ്റം ആയിട്ട് ഞാൻ പറഞ്ഞതല്ല, പക്ഷേ മാന്ത്രികത്തിൻ്റെ പവർ അതാണ്. പക്ഷേ നിങ്ങളിത് കേൾക്കുന്ന ആളുകൾ, നിങ്ങൾ കേൾക്കുമ്പോൾ, ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ സമാനമായ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളുടെ കുടുംബങ്ങളിലോ അപ്പുറത്തെ വീട്ടിലോ ഇപ്പുറത്തെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കണം എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്. സ്വാഭാവികമായ ഒരു പ്രണയമാണ് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള പ്രണയമാണെങ്കിൽ ദാറ്റ്സ് ഓക്കെ. അവിടെ നമുക്കൊന്നും ചെയ്യാൻ പാടില്ല. ശരിക്കും അത് രണ്ട് പ്രണയിക്കുന്ന ആൾക്കാർ തമ്മിൽ നമ്മൾ വേർപെടുത്തുന്നതിന് പാപമാണ് അല്ലെങ്കിൽ തെറ്റാണ്. എന്ന് വെച്ചാൽ അത് പ്രകൃതി വിരുദ്ധമായ കാര്യമാണ്. പക്ഷേ അവിടെ ഇതുപോലത്തെ പ്രയോഗങ്ങളുണ്ടെങ്കിൽ, ഇങ്ങനത്തെ പ്രയോഗങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് പ്രയോഗിക്കാൻ പറ്റും. അത് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ ഉള്ള വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.